പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വീണ്ടും ആരംഭിച്ചതോടെ ഗൾഫ് മേഖലകളിലേക്ക് ആക്രമണം തുടരുന്നു. കുവൈത്തിലും ബഹ്റൈനിലും ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി കുവൈത്ത് അവകാശപ്പെട്ടു. ബഹ്റൈനിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങളിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം പടക്കപ്പൽ വ്യൂഹത്തിന് ലക്ഷ്യമിട്ടായിരുന്നു ഡ്രോൺ ആക്രമണം. കുവൈത്തിലെ അലി അൽ സലീം വ്യോമതാവളം ലക്ഷ്യമിട്ടും ആക്രമണ ശ്രമം നടന്നു. ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി അമേരിക്ക ഇറാന്റെ തീരമേഖലകളിൽ സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് ഇറാന്റെ പ്രകോപനത്തിന് പ്രധാന കാരണം. ഐക്യരാഷ്ട്രസഭയും ഒമാനും ചേർന്ന് കപ്പലുകൾക്കായി പുതിയ പാത ഒരുക്കിയതിനെ ഇറാൻ ശക്തമായി എതിർത്തു. ഖത്തറിൽ മിസൈൽ ആക്രമണത്തിൽ നാവികൻ കൊല്ലപ്പെട്ടതായും ഒരാൾക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. കുവൈത്തിലും ബഹ്റിലും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഖത്തറിലും ആക്രമണം നടന്നത്. ഖത്തർ തീരത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം. എന്നാൽ ആക്രമണം നടത്തിയത് ആരാണെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.